നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മതമൗലികവാദികൾ പല സംസ്ഥാനങ്ങളിലെ വിവിധ സംഭവങ്ങളിൽ മറ്റു മതസ്ഥരെയും ആരാധനാലയങ്ങളെയും അപമാനിക്കാനും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. അസമിലെ ശ്രീഭൂമി ജില്ലയിൽ നടന്ന ബിഹു ഉത്സവത്തിനിടെ ഒരു ക്ഷേത്രത്തിലേക്ക് ബീഫ് എറിഞ്ഞ് മതമൗലികവാദികൾ. നീലം ബസാറിലെ ദത്ത ഗ്രാമത്തിലുള്ള ഭൈരവ് ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഏപ്രിൽ 15-ന് അക്രമികൾ ബീഫ് എറിഞ്ഞത്. ഈ കേസിൽ ഫക്രുദ്ദീൻ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിൽ ബീഫ് എറിഞ്ഞതിന് പിന്നിലെ കാരണം അറിയാൻ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണെന്നും പോലീസ് പറഞ്ഞു. ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ ആദ്യം പരിസരത്ത് ബീഫ് കഷ്ണങ്ങൾ കണ്ടതായും പിന്നീട് നീലം ബസാർ പോലീസിൽ വിവരം അറിയിച്ചതായുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ആധാർ കാർഡും പാൻ കാർഡും പോലീസ് കണ്ടെടുത്തു. തുടർന്നാണ് ഫക്രുദ്ദീൻ എന്ന പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നിലെ കാരണവും അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ശേഖരിക്കുന്നതിനായി അന്വേഷണം തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം നാട്ടുകാർ ക്ഷേത്രം കഴുകി വൃത്തിയാക്കി. ഹിന്ദു ഉത്സവമായ ബിഹുവിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടി ചില അക്രമികൾ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണത്തിനിടെ സമാധാനവും സാമുദായിക ഐക്യവും നിലനിർത്താൻ പോലീസ് നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു. അതേസമയം അസം സർക്കാർ ബീഫ് വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം അസമിലെ ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും പൊതുസ്ഥലത്തും ചടങ്ങുകളിലും ബീഫ് വിളമ്പാൻ പാടില്ല. നേരത്തെ റംസാൻ കാലത്ത് അസമിലെ ബാർപേട്ട ജില്ലയിൽ ബാഗൻമാര പ്രദേശത്ത് ചില ആളുകൾ ബീഫിന്റെ പേരിൽ കുതിരയിറച്ചി വിറ്റതായി പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് മാർക്കറ്റിൽ നിന്ന് 3 പേരെ പോലീസ് പിടികൂടി. ഇതോടൊപ്പം കൊല്ലാൻ കൊണ്ടുവന്ന 6 കുതിരകളെയും പോലീസ് മോചിപ്പിക്കുകയും ചെയ്തു. അതിനിടെ അലിഗഡ് ജില്ലയിലെ അത്രൌളി പട്ടണത്തിലെ ഒരു ഹോട്ടലിൽ ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തിയ ഒരു കേസ് പുറത്തുവന്നു. ഏപ്രിൽ 14-ന് രാത്രി പട്ടണത്തിലെ സുഭാഷ് ചൌക്കിലുള്ള ഖ്വാജ ഹോട്ടലിൽ ഉപയോക്താക്കൾക്ക് കയ്യിൽ തുടയ്ക്കാൻ നൽകിയ നാപ്കിനുകളിൽ ആലേഖനം ചെയ്തിരുന്നത് ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ചിത്രങ്ങളും കൂടെ ഭാരത് മാതാവിന്റെ ചിത്രവും അച്ചടിച്ചിരുന്നു. തുടർന്ന് ഈ വിവരം ലഭിച്ചയുടൻ ബജ്റംഗ് ദൾ പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധം ആരംഭിക്കുകയും ബഹളം സൃഷ്ടിക്കുകയും ചെയ്തു. ഹോട്ടലിൽ മാംസവും ബിരിയാണിയും വിളമ്പാറുണ്ടെന്നും അത്തരമൊരു സ്ഥലത്ത് മതചിഹ്നങ്ങളെ അപമാനിക്കുന്നത് അപലപനീയമാണെന്നും ബജ്റംഗ് ദൾ അംഗങ്ങൾ പറഞ്ഞു. ഹോട്ടലിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രേഖകൾ ബജ്റംഗ് ദൾ പ്രവർത്തകർ പോലീസിന് കൈമാറി. കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു. ബജ്റംഗ് ദൾ നേതാവ് ഗൗരവ് ശർമ്മയുടെ പരാതിയിൽ മതവികാരം വ്രണപ്പെടുത്തിയതിനും സമാധാനം തകർക്കാൻ ശ്രമിച്ചതിനും ഹോട്ടൽ ഉടമ സലീമിനെതിരെ കേസെടുത്തു. ഹോട്ടൽ നടത്തിപ്പുകാരൻ സലീമിനെ കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതായും അവിടെ നിന്ന് ജാമ്യം ലഭിച്ചതായും സിഇഒ സർജന സിംഗ് അറിയിച്ചു. പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. പിന്നാലെ അനധികൃത ദർഗ പൊളിച്ചു നീക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. നാസിക് കാഥൈ ഗാലി പ്രദേശത്ത് അനധികൃത സത്പിർ ദർഗയാണ് ബുധനാഴ്ച പുലർച്ചെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു നീക്കിയത്. ഏപ്രിൽ 1-ന് ദർഗ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. അതിൽ 15 ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ ദർഗ മാനേജ്മെന്റ് തയ്യാറായില്ല. തുടർന്നാണ് നാസിക് മുനിസിപ്പൽ കോർപ്പറേഷൻ ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. ദർഗ പൊളിക്കാനെത്തിയ പോലീസിന് നേരെ 100 കണക്കിന് മതമൗലികവാദികളുടെ സംഘമാണ് കല്ലെറിഞ്ഞത്. അതിൽ 4 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 31 പോലീസുകാർക്ക് പരിക്കേറ്റു. ഒടുവിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെയും കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിച്ചും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. 15 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമങ്ങളിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരുടെ 57 ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിന് ശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയ പോലീസ് 2 JCBകളുടെ സഹായത്തോടെ സത്പിർ ദർഗ പൊളിച്ചുമാറ്റി. അതിനുശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.